ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രിയങ്കയുടെ അമ്മ യശോദയാ? അല്ല, ഇതാ എന്റെ അമ്മ. അല്ല, ഇതേ വരുണിന്റെ അമ്മയാ. മോളുടെ സ്വന്തം അമ്മ വേറെയാ? അല്ല, ഇതാ എന്റെ അമ്മ. എനിക്ക് ഈ അമ്മ മതി. എനിക്ക് ഈ അമ്മ മതി. കുറച്ചു നേരം ഇവിടെ വന്ന് ഇങ്ങനെ കൂടെ ഇരുന്നാ മതി. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തനിയെ മാറിക്കോളും. ഫിദ, ഞാൻ ചായ എടുക്കാം. മോളുവാ ഇരിക്ക. ടെൻഷൻ ഉണ്ടോ മോക്ക്? ഇല്ല, ഇങ്ങനെ ഇരിക്കുമ്പോ ഒട്ടുമില്ല. ഈ അമ്മയെന്ന് പറഞ്ഞ വാക്കിന് വല്ലാത്തൊരു അത്ഭുത ശക്തി ഉണ്ടല്ലേ. എന്താ മോൾക്ക് ഭക്ഷണം വേണോ? അയ്യോ അമ്മേ, രാധിക അല്ലാതെ മറ്റാര് ഭക്ഷണം കൊടുത്താലും പ്രിയങ്ക കഴിക്കില്ല. അങ്ങനെയാണോ മോളെ? ഞാൻ എത്ര തവണ ഭക്ഷണം എടുത്ത് കൊടുത്തതാ അമ്മേ, ഇവിടെ തട്ടിക്കളഞ്ഞു. പ്രിയങ്കെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇവളോട് ഏറ്റവും അടുപ്പം കാണിച്ചിട്ടുള്ളത് അമ്മയാ. ഒന്ന് ശ്രമിച്ച അമ്മയെ ഇവള് തിരിച്ചറിയും. പ്രിയങ്കെ, ഇത് വരുണിന്റെ അമ്മയാ. വരുണിന്റെ അമ്മ. വരുൺ പ്രിയങ്കയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോ പ്രിയങ്കയോട് ഏറ്റവും സ്നേഹം കാണിച്ചത് ആരാ? ഈ അമ്മയാ. പ്രിയങ്കയ്ക്ക് ഓർമ്മയുണ്ടോ? പ്രിയങ്കെ, വരുണേ മോളെ ചീത്ത പറഞ്ഞപ്പോ അമ്മ സമാധാനിപ്പിച്ചത് ഓർമ്മയില്ലേ? മോള് കരഞ്ഞപ്പോഴേ മോളെ കെട്ടിപ്പിടിച്ച ഓർമ്മയില്ലേ? ഇല്ലേ? ഇല്ലേ? ഇനി പറഞ്ഞേ, ഇതാരാ? പറ പ്രിയങ്ക. എന്റെ അമ്മ. ഈ പ്രിയങ്കയുടെ അമ്മ യശോദയാ? അല്ല, ഇതാ എന്റെ അമ്മ. അല്ല, ഇതേ വരുണിന്റെ അമ്മയാ. മോളുടെ സ്വന്തം അമ്മ വേറെയാ? അല്ല, ഇതാ എന്റെ അമ്മ. എനിക്ക് ഈ അമ്മ മതി. എനിക്ക് ഈ അമ്മ മതി. മോളെ, അമ്മ എനിക്ക് വിശക്കുന്നു. അമ്മ എനിക്ക് വാരി തരുവോ?
അമ്മേ ഇത് അത്ഭുതമാണല്ലോ. ആറ്റുവാശ്ശേരി തന്നെ ഒരാള് ഭക്ഷണം എടുത്ത് കൊടുത്തിട്ട് പോലും പ്രിയങ്ക കഴിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം അമ്മ അവൾക്ക് ശരിക്കും ഓർമ്മയുണ്ടെന്നല്ലേ? അമ്മയെ ഓർത്തു. ഇനി ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഇവൾ ഓർത്തെടുക്കും. നീ പൊയ്ക്കോ കൽപ്പനെ, ഞാൻ ഇവൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ. കഴിക്കുമോളെ. നല്ല രസം. ആണോ? എന്നാ കഴിച്ചോ. ദാ നല്ല അമ്മയാ കേട്ടോ. എനിക്ക് അമ്മ ഭയങ്കര ഇഷ്ടാ. അയ്യോടാ. ഈ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞിനോട് എന്ത് പറയാൻ പറ്റും? പാവം. കഴിച്ചോ. ഇത് മതി. എല്ലാവരും നോക്കിക്കോ. ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രിയങ്ക ഓർമ്മ വീണ്ടെടുക്കും. പിന്നെ ആ കണിമംഗലത്ത് യുദ്ധം തുടങ്ങാൻ പോകുന്നത്. അയ്യോ. ദാ, വെള്ളം കുടിച്ചോ. മതിയോ? ദാ. ആ. കഴിച്ചു കേട്ടോ. മതി 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 മതി. രാധിക മോളെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഭാര്യയായി, കുടുംബമായി, അതിന്റെ തിരക്കുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരു കാര്യം പൂർണ്ണമായിട്ടും മറന്നു കളഞ്ഞു. അതെന്താ? ഇതൊന്നും അല്ലല്ലോ നിന്റെ ലക്ഷ്യം. നിന്റെ മ്യൂസിക് അല്ലേ? അതെന്ത് ചെയ്യും? ഈ ചിരി ഞാൻ ഒരുപാട് പെൺകുട്ടികളിൽ കണ്ടിട്ടുണ്ട്. ഹൈ ടാലന്റഡ് ആയ പെൺകുട്ടികളോട് അവരുടെ വിവാഹശേഷം ഇനി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചിരി ചിരിക്കും. എന്ന് പറഞ്ഞാ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്റെ വിവാഹം കഴിഞ്ഞു, ഞാനൊരു ജീവിതം ആരംഭിച്ചു, ഇതൊക്കെ ആരോർക്കുന്നു എന്ന്. പക്ഷേ മോളുടെ കാര്യത്തിൽ അത് സംഭവിക്കാൻ പാടില്ല.